അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് പോയിന്റർ, പോയിന്റർ ടു കോൺസ്റ്റന്റ് ആൻഡ് കോൺസ്റ്റന്റ് പോയിന്റർ ടു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഇത് എന്തിനാണ് യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പോയിന്റർ ടു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ പോയിന്റർ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ ആയിരിക്കും കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവുക. അതായത് എന്ന് പറഞ്ഞാൽ പോയിന്റർ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇതിലേക്കും പോയിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് കോഡിൽ നോക്കി നോക്കാം. ഓക്കെ, എന്നാൽ ഞാനിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. അതിന്റെ ഫോർമാറ്റ്, അതിന്റെ സിൻടാക്സ് എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കോൺസ്റ്റന്റ് ഡാറ്റ ടൈപ്പ് സ്റ്റാർ പോയിന്റർ നെയിം എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കോൺസ്റ്റന്റ് ആണ്, പിന്നെ ഇന്റീജർ ആണ് ഡാറ്റ ടൈപ്പ്, പിന്നെ പോയിന്ററിന് ഞാൻ എന്ത് ചെയ്തു, സ്റ്റാർ പി ടി എന്നുള്ള നെയിം കൊടുത്തു. എ എന്ന് പറഞ്ഞ ഒരു അറേ ആണ്. അപ്പൊ അറേയുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സിലേക്കാണ് അത് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇതിൽ ഈ ഫസ്റ്റത്തെ ലൈൻ എന്ന് പറയുന്നത് പ്രിന്റ് എഫ് എന്ന് പറയുന്നത് രണ്ടിന്റെ അഡ്രസ് ആണ് പ്രിന്റ് ചെയ്യുന്നത്. രണ്ടും സെയിം അഡ്രസ് ആണ്. ആഡ് അഡ്രസ്സും എന്നുള്ള അറേയുടെ അഡ്രസ്സും പി ടി ആർ പോയിന്റ് ഉള്ളതിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സും സെയിം ആണ്. പിന്നെ വാല്യൂസ് നമ്മൾ നോക്കിയാണ് A0 വാല്യൂ ആണ് ഇതിൽ പി ടി ആറിൽ സ്റ്റോർ ചെയ്തത്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പി ടി ആറിന്റെ വാല്യൂസ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അതായത് പി ടി ആർ പ്ലസ് 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 എന്നാക്കി കഴിഞ്ഞാൽ അതായത് ഒന്ന് പോയിന്റർ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് അലൗഡ് ആണ് ഇതിൽ. അതെ, പോയിന്റർ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് അലൗഡ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ പി ടി ആർ പ്ലസ് പ്ലസ് എന്നുള്ളത് എന്തായി, നെക്സ്റ്റ് ഇതിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. കാരണം എന്താണ്, ഇതെന്ന് പറഞ്ഞാൽ മെമ്മറി അഡ്രസ്സ് നമുക്ക് എന്ന് പറഞ്ഞാൽ എന്തായി ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും, പോയിന്റ് ചെയ്യുന്ന മെമ്മറി അഡ്രസ്സ്. പക്ഷെ വാല്യൂസ് എന്നാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതാണ് നമ്മൾ പറഞ്ഞത്. അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പി ടി ആർ, അതായത് സ്റ്റാർ പി ടി ആർ എന്നുള്ളത് വേറെ വാല്യൂസ് അസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ, വേറെ അസൈൻ ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ 1000 എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ പറ്റുമോ? ഇല്ല, 1000 എന്നുള്ള വാല്യൂസ് വേറെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ അസൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഇത് റീഡ് ഓൺലി സെക്ഷൻ ആണ്, റീഡ് ഓൺലി ലൊക്കേഷൻ ആണ്. പക്ഷെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂസ് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ പറഞ്ഞാൽ A0 എന്ന് പറഞ്ഞാൽ എന്തായി, A0 ഈക്വൽ ടു നമ്മൾ അതായത് പോയിന്റർ നമുക്ക് യൂസ് ചെയ്യാണ്ട് വേറെ വാല്യൂ, ഈ അറയുടെ വാല്യൂസ് അല്ലെങ്കിൽ ആ മെമ്മറിയിലുള്ള വാല്യൂസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ കണ്ടില്ലേ, നമുക്ക് വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ പോയിന്റർ യൂസ് ചെയ്യാനാണെങ്കിൽ ഇത് പോയിന്റർ ടു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എന്താണ്, പോയിന്റർ ടു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ വാല്യൂ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ആ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റർ യൂസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താണ്, നമുക്ക് പറഞ്ഞാൽ എന്തൊക്കെ അലൗഡ് ആണ് ഇതിൽ പറഞ്ഞാൽ പോയിന്റർ അരിത്തമെറ്റിക് എന്ന് പറഞ്ഞാൽ അലൗഡ് ആണ്. ഓക്കെ, ഇനി എന്ന് പറഞ്ഞാൽ എന്താണ്, നെക്സ്റ്റ് പോയിന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നെക്സ്റ്റ് പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് പോയിന്റർ ആണ്. കോൺസ്റ്റന്റ് പോയിന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു കോൺസ്റ്റന്റ് ആണ്. ആ മെമ്മറി അഡ്രസ് ആണ് കോൺസ്റ്റന്റ്. പോയിന്റർ കോൺസ്റ്റന്റ് എന്നാണ്. കോൺസ്റ്റന്റ് പോയിന്റർ എന്ന് പറഞ്ഞാൽ ആ മെമ്മറി അഡ്രസ് ആ പോയിന്റ് ചെയ്തിട്ടുള്ളത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിന്റെ എന്ന് പറഞ്ഞാൽ വാല്യൂ മോഡിഫൈ ചെയ്യാൻ പറ്റുമോ, വാല്യൂ മോഡിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് മോഡിഫൈ ചെയ്യാൻ പറ്റാത്തത്, അഡ്രസ്സ്, അത് പോയിന്റ് ചെയ്തിട്ടുള്ള അഡ്രസ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതായത് ആ പോയിന്റർ എപ്പോഴും പറഞ്ഞാൽ സെയിം മെമ്മറി അഡ്രസ്സിലേക്കായിരിക്കും അത് പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അത് നമുക്ക് എങ്ങനെയാന്നുള്ളത്, അതിന്റെ ഒന്ന് ഫോർമാറ്റ് എങ്ങനെയാണ്, സിൻടാക്സ് ആദ്യം എന്ന് പറഞ്ഞാൽ ഡാറ്റ ടൈപ്പ് സ്റ്റാർ, പിന്നെയാണ് കോൺസ്റ്റന്റ്, പിന്നെ പോയിന്റർ നെയിം. അപ്പൊ രണ്ടും തമ്മിൽ എന്ന് പറഞ്ഞാൽ നെയിമിൽ സ്മോൾ വ്യത്യാസമുള്ളൂ. നമുക്ക് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എങ്ങനെയാ നോക്കി നോക്കാം. ഡാറ്റ ടൈപ്പ് എന്ന് കഴിഞ്ഞാൽ സ്റ്റാർ കോൺസ്റ്റന്റ് പോയിന്റർ നെയിം. ഓക്കെ, അപ്പൊ എന്താണ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പോലെ നമ്മൾ പ്രിന്റ് ചെയ്തപ്പോ സെയിം അഡ്രസ് ആണ്, സെയിം വാല്യൂസ് ആണ്. ഇതിൽ ഇനി എന്ന് പറഞ്ഞാൽ നമുക്ക് വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, വാല്യൂസ് സ്റ്റാർ പി ടി ആർ ഈക്വൽ ടു 1000 കൊടുത്ത് എന്താണ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ 1000 വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പൊ എന്ന് പറഞ്ഞാൽ വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി പോയിന്റർ അരിത്തമെറ്റിക് ഓപ്പറേഷൻ പറ്റുമോ, അത് നമുക്ക് നോക്കി നോക്കാം. പി ടി ആർ പ്ലസ് 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 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പറ്റുമോ, ഇല്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിൽ പോയിന്റർ അരിത്തമെറ്റിക് അലൗഡ് അല്ല. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് പോയിന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസ്റ്റന്റ് പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മെമ്മറി അഡ്രസ് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന്റെ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് കോൺസ്റ്റന്റ് പോയിന്റർ കോൺസ്റ്റന്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി മൂന്നാമത്തെ എന്താണ്, കോൺസ്റ്റന്റ് പോയിന്റർ ടു കോൺസ്റ്റന്റ്. അത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ രണ്ടും കൂടിയിട്ട് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, നമുക്ക് വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അഡ്രസ്സും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് എന്ത്, കോൺസ്റ്റന്റ് പോയിന്റർ ടു കോൺസ്റ്റന്റ്. അപ്പൊ അത് എങ്ങനെ എഴുതുക, അതിന്റെ സിന്റാക്സ് എന്താ, കോൺസ്റ്റന്റ് പിന്നെ ഡാറ്റ ടൈപ്പ്
സ്റ്റാർ പോയിന്റർ നെയിം. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാന്നുള്ളത്. എങ്ങനെയാ, ഇനി ഇവിടെ ഒരു കോൺസ്റ്റന്റ് കൂടി വെച്ചാൽ മതിയാ. കോൺസ്റ്റന്റ് ഡാറ്റ ടൈപ്പ് സ്റ്റാർ കോൺസ്റ്റന്റ്. ഓക്കെ, ഇപ്പൊ എന്തായി ഇൻഡ് എന്ന് എഴുതി. നമുക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം നോക്കി നോക്കാം എന്താ വാല്യൂ പ്രിന്റ് എന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ, വാല്യൂ ഒക്കെ സെയിം ആണ്. ഇനി പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, PTR++ എന്ന് ചെയ്ത് നോക്കാം. അതായത് ആറ് ഓപ്പറേഷൻ പറ്റും എന്നുള്ളത് നോക്കി അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പറ്റും നോക്കി നോക്കാം. ഇല്ല, ഫെയിലിയർ ആണ്. കാരണം എന്താ, റീഡ് ഓൺലി മെമ്മറി ആണ്, റീഡ് ഓൺലി വേരിയബിൾ ആണ്. ഇനി പറഞ്ഞാൽ സ്റ്റാർ PTR ഈക്വൽ ടു തന്നെ നോക്കി നോക്കാം. അപ്പോൾ എന്താണ് ഉണ്ടാവുന്നത്, അപ്പോഴും പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി ലൊക്കേഷനും ആണ്. അതുകൊണ്ട് എന്താണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇനി A(0) കൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? A(0) ഈക്വൽ ടു നമുക്ക് പോയിന്റർ ആണ് യൂസ് ചെയ്യാൻ പറ്റാത്തുള്ളൂ. പോയിന്റിലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും നോക്കി നോക്കാം. ഈ മെത്തേഡിലൂടെ പറ്റും. അപ്പൊ എന്ന് പറഞ്ഞാൽ പോയിന്റർ വഴിയാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, അപ്പൊ ഇതാണ് കോൺസ്റ്റന്റ് പോയിന്റർ, പോയിന്റർ ടു കോൺസ്റ്റന്റ് ആൻഡ് കോൺസ്റ്റന്റ് പോയിന്റർ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ പോയിന്റർ ആണ്. ഓക്കെ,